ADGP-MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് CPIM സംസ്ഥാന സമിതിയിൽ MP ഗോവിന്ദൻ. കുറ്റം ചെയ്തവർ എത്ര ഉന്നതനായാലും സംരക്ഷിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നും വിശദീകരണം. അജിത് കുമാറിനെ മാറ്റുന്നതിന് സമയം കുറിച്ചിട്ടില്ലെന്ന് ബിനോയ് വിശ്വം. PR വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് അംഗീകരിച്ച് CPIM. സർക്കാരിന് PR ഏജൻസി ഇല്ലെന്ന് MP ഗോവിന്ദൻ. സർക്കാരിനെതിരെ മാധ്യമ പിന്തുണയോടെ മഴവിൽ സഖ്യമെന്ന ആരോപണം. P ശശിക്കെതിരായ PV അൻവറിന്റെ പരാതി പൂർണ്ണമായും തള്ളി. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ തോമസ് കെ തോമസിന് അതൃപ്തി. ഉടൻ തീരുമാനമായില്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിലേക്ക്. PC ചാക്കോയോട് നിലപാട് വ്യക്തമാക്കി. എന്താണ് അയോഗ്യതയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് തോമസ് കെ തോമസ്. PV അൻവറിനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. നടപടി അരീക്കോട് MSP ക്യാമ്പിലെ ഫോൺ ചോർത്തിയെന്ന പരാമർശത്തിൽ. മഞ്ചേരി പോലീസ് കേസ് എടുത്തത് ഔദ്യോഗിക രഹസ്യം ചോർത്തിയതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി. കണ്ണൂരിൽ അങ്കണവാടിയിൽ 3 വയസ്സുകാരൻ വീണ് പരിക്കേറ്റ സംഭവത്തിൽ നടപടി. അങ്കണവാടി വർക്കർക്കും ഹെൽപ്പർക്കും സസ്പെൻഷൻ. അപകടം രക്ഷിതാക്കളെയും മേലധികാരികളെയും അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ. 36 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. ദന്തേവാഡ മേഖലയിൽ നിന്ന് ആയുധശേഖരവും കണ്ടെത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാകിസ്ഥാനിലേക്ക്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണത്തെ ന്യായീകരിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുൽ ഖമേനി. ശത്രുക്കൾക്കെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും ആഹ്വാനം.